Myself, Alfie Elizabeth Joseph, Assistant Professor, Tripoli Department, SNIT Adur. So, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ പെർഫോമൻസ് ഓഫ് സ്റ്റാറ്റ്കോം ആൻഡ് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. പ്രീവിയസ് സെക്ഷൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണിത്. 2 more factors are to be considered under this section. These are the contents. Performance of STATCOM and static war compensator based on losses versus war output characteristics and physical size and installation. Then we will discuss about the application of STATCOM and static war compensator. First consider ചെയ്യുന്നത് losses versus war output characteristic ആണ്. നമുക്ക് STATCOM സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററും രണ്ടും ഷണ്ട് കണക്റ്റഡ് വാർ കോമ്പൻസേറ്റേഴ്സ് ആണ്. അപ്പോൾ രണ്ടിനും റിലേറ്റീവ്ലി ലോസസ് കുറവാണ്. 0 റിയാക്റ്റീവ് പവർ ഔട്ട്പുട്ട് ഒന്നും ഇല്ലാത്തപ്പോൾ ലോസസ് റിലേറ്റീവ്ലി ലോ ആണ്. അബൌട്ട് 0.1 to 0.2% ഉള്ളൂ. പക്ഷേ വാർ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും ലോസസ് കൂടുവാണ്. റേറ്റഡ് ഔട്ട്പുട്ടിൻ്റെ ഒരു 1% വരെയും ലോസസ് ആയിട്ട് ഉണ്ടാകും. അപ്പം സ്റ്റാറ്റ്കോമും സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് നമുക്കറിയാം. സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൽ തൈറിസ്റ്റർ ആണെങ്കിൽ സ്റ്റാറ്റ്കോമിൽ GT ആണ്. സോ അവിടെ എന്ന് വെച്ചാൽ സ്റ്റാറ്റ്കോമിലുള്ള പവർ സെമി കണ്ടക്ടർ ആണ് കൂടുതൽ ലോസ് തരുന്നത്. സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിനേക്കാളും കൂടുതൽ ലോസസ് തരുന്നത് സ്റ്റാറ്റ്കോമിൽ ഉപയോഗിക്കുന്ന പവർ സെമി കണ്ടക്ടേഴ്സ് ആണ്. സ്റ്റാറ്റ്കോമിൽ ലോസസ് കൂടുതൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സ്റ്റാറ്റ്കോമിൽ ഉപയോഗിക്കുന്ന GT ആണ്, ഗേറ്റ് ആണ് ഓഫ് തൈറിസ്റ്റേഴ്സ് ആണ്. അപ്പം അതിനൊരു ടേൺ ഓഫ് കേപ്പബിലിറ്റി ഉള്ള ഡിവൈസ് ആണ്. അപ്പം അതേസമയത്ത് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞാൽ അത് തൈറിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ ടേൺ ഓഫ് കേപ്പബിലിറ്റി ഇല്ല. സോ GT ഉപയോഗിക്കുന്നുണ്ട്, ടേൺ ഓഫ് കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് അതിന് കണ്ടക്ഷൻ ലോസസ് കൂടുതൽ ആണ്. അതേപോലെ തന്നെ സ്റ്റാറ്റ്കോമിൽ നമ്മൾ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ പെർഫോം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്വിച്ചിങ് ലോസസും കൂടുതലാണ്. അതേസമയത്ത് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൽ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അതിനേക്കാളും സ്വിച്ചിങ് ലോസസ് കൂടുതലുള്ളത് ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ ആണ്. സോ ഈ രണ്ട് കാരണം കൊണ്ടാണ് സ്റ്റാറ്റ്കോമിൽ ലോസസ് കൂടുതൽ ഉണ്ടാകുന്നത്. സോ ഫിസിക്കൽ സൈസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ സ്റ്റാറ്റ്കോമിൻ്റെ സൈസാണ് കുറവ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റാറ്റ്കോമിന് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റിയാക്റ്റീവ് ഔട്ട്പുട്ട് പവറിനെ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും, കപ്പാസിറ്റി ഇൻഡക്ട് ചെയ്യും. പക്ഷെ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൽ നമ്മൾ കൺവെൻഷണൽ തൈറിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ കപ്പാസിറ്ററും റിയാക്ടർ ബാങ്ക്സും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്വിച്ച് ഗിയറിനും പ്രൊട്ടക്ഷനും വേണ്ട കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് സ്റ്റാറ്റ്കോമിൽ അങ്ങനത്തെ സ്വിച്ച് ഗിയർ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ സൈസ് സ്റ്റാറ്റ്കോമിൻ്റെ കുറവാണ്. അതോടൊപ്പം ലേബറും കോസ്റ്റും ഇൻസ്റ്റാളേഷൻ ലേബറും കോസ്റ്റും സ്റ്റാറ്റ്കോമിനാണ് കുറവ് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിനെ അപേക്ഷിച്ച്. കാരണം സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൽ large capacitor and reactor banks along with the its associated switchgear and protection is required. STATCOM static war compensator ഒരു comparison brief ആയിട്ട് പറയാം. STATCOM is faster whereas SVC is slower. Cost is higher for STATCOM and it is less for SVC. Higher losses associated with STATCOM, less loss in the case of SVC. Better characteristics for STATCOM and SVC it is not good as STATCOM. And STATCOM it gives constant current characteristics whereas SVC capacitor reactive current drops linearly. And STATCOM it is interface with real power sources such as battery, fuel cell, etc. Whereas in SVC it is not interfaced with such power sources. STATCOM it is smaller in size while SVC is larger in size due to the presence of capacitor and reactor banks and its associated switchgear and protection. Then STATCOM it provides a controllable voltage source whereas static war compensator is dynamically controlled reactance. Applications include transmission distribution lines and in renewable energy and industrial plants. So we have come to the end of module 5 of facts. We have seen what is a STATCOM, static war compensator, the shunt compensators, and then we are familiarized with static synchronous series compensator, its control scheme. Then finally we had made a comparison between STATCOM and static war compensator, and we have familiarized that STATCOM is more superior to static war compensator. So you can have any clarification or you can ask any clarifications if needed. Hope all of you have understood this module. Thank you.